പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനെയും പരാതിക്കാരിയെയും ഹൈക്കോടതി കൌൺസിലിംഗിന് വിട്ടു. കേസ് റദ്ദാക്കുന്നതിൽ തീരുമാനം കൌൺസിലിംഗ് റിപ്പോർട്ട് ലഭിച്ച ശേഷമെന്ന് കോടതി. ആരുടെയും നിർബന്ധത്തിലല്ല പരാതി പിൻവലിച്ചതെന്ന് യുവതി കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരം പ്രതി രാഹുലും യുവതിയും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. ഭാര്യയുമായുള്ള തർക്കം പരിഹരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നായിരുന്നു പ്രതിയായ രാഹുലിന്റെ ആവശ്യം. തനിക്ക് പരാതിയില്ലെന്ന സത്യവാങ്മൂലം യുവതി നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആരുടെയും നിർബന്ധത്താലല്ല പരാതി പിൻവലിച്ചതെന്ന് യുവതി കോടതിയെ നേരിട്ടറിയിച്ചു. പ്രതിക്കെതിരെയുള്ളത് ഗുരുതരമായ പരാതിയാണെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. പരാതിക്കാരിയുടെ ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. തുടർന്നാണ് ഇരുവരെയും കൌൺസിലിംഗിന് വിടാൻ കോടതി തീരുമാനിച്ചത്. കെൽസ നിർദ്ദേശിക്കുന്ന കൌൺസിലർ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണം. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതായി ഇരുവരും കോടതിയെ നേരിട്ടറിയിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു. രണ്ടുപേരും അടുത്ത് കോടതി തന്നെ നേരിട്ട് കേട്ടു. അതിനുശേഷം ഇവരെ കൗൺസിലിങ്ങിന് വിട്ടേക്കുകയാണ്. ഇപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതിൻ്റെ ബേസിസിൽ അവരെ കൗൺസിലിങ്ങിന് വിട്ടേക്കുകയാണ്. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം, രാഹുലിന് എഗൻസ്റ്റുള്ള സ്റ്റെപ്സ് എല്ലാം തൽക്കാലം നിർത്തിവെച്ചേക്കുകയാണ്. ബാക്കി എന്നിട്ട് കോടതി കൗൺസിലിംഗിന്റെ തീരുമാനത്തിനനുസരിച്ച് അടുത്ത ആഴ്ച തീരുമാനമെടുക്കും. ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ എതിർപ്പില്ലെന്ന് പോലീസും കോടതിയെ അറിയിച്ചു. കേസ് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.